ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട് ടൈംസ് നൗവിൻ്റെ. അതിൽ കൃത്യമായി തന്നെ BJP സഖ്യത്തിന് വലിയ രീതിയിൽ മുൻതൂക്കം നൽകുന്നുണ്ട്. അത് കൃത്യമാണോ? ഏകദേശം കൃത്യമാകാനാണ് സാധ്യത. കാരണം മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു അനൈക്യത്തിൻ്റെ മുന്നണിയായിട്ട് ആണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും തേജസ്വി യാദവിന് യുവാക്കളുടെ ഇടയിലും പൊതുവെ പൊതുജനങ്ങൾക്കിടയിലും വോട്ട് ഒരു സമ്മതിയുണ്ട്. അത് മുഴുവൻ വോട്ടാക്കി മാറ്റാൻ JDUവിന് തേജസ്വിക്ക് കഴിഞ്ഞാൽ പോലും അല്ല, അതാണ് ഈ സർവേയിൽ മുഖ്യമന്ത്രിയാകാൻ ആരോടാണ് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങൾ ഈ തേജസ്വി യാദവിനെയാണ്. അതെ, ഏകദേശം 33% RJDയുടെ തേജസ്വി യാദവാണ് മുഖ്യമന്ത്രിക്ക് യോഗ്യനെന്ന് പറയുന്നു. അതേസമയം നിതീഷിന് 29% കിട്ടുന്നുള്ളൂ. പക്ഷെ ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയും. ഇത് ആ മുഖ്യമന്ത്രി പ്രതിച്ഛായ അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ കഴിയാത്തത് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാന കാരണം കോൺഗ്രസ് അല്ലേ? അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റിയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരിടത്ത് മാത്രമല്ലല്ലോ. കോൺഗ്രസ് സ്വന്തമായി മത്സരിക്കുന്ന സീറ്റുകളിൽ അവർക്ക് 9 മുതൽ 17 സീറ്റുകളാണ് പ്രവചിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് വരാനാണ് ചാൻസ്. കഴിഞ്ഞ തവണത്തേതാണെങ്കിൽ 17 വരണം. 19 ആയിരുന്നു, പിന്നെ അത് 17 ഇപ്പോൾ പറയുന്നത് 9 മുതൽ 17 വരെ എന്നാണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ലെവലിൽ അവർക്ക് യാതൊരു സംവിധാനവുമില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രചരണവും ബഹളവും കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിനെ വോട്ടാക്കി മാറ്റണമെങ്കിൽ ഗ്രൗണ്ട് ലെവൽ വർക്കേഴ്സ് വേണം, അതിനുള്ള കപ്പാസിറ്റി വേണം. അത് RJDക്കുണ്ട്, തേജസ്വിയുടെ പാർട്ടിക്കുണ്ട്. തേജസ്വിയുടെ പാർട്ടി ദൈനംദിനമായി ജനങ്ങളുമായി ഇടപഴകുന്ന പാർട്ടിയാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും പാർട്ടി ഇടപെടുന്നുണ്ട്. പാർട്ടിയുടെ പ്രവർത്തനം താഴെത്തട്ടിൽ ഇലക്ഷന് വേണ്ടി മാത്രമല്ല, ഇലക്ഷൻ ഇല്ലാത്തപ്പോഴാണ് അവർ സജീവമായിട്ട് പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നുള്ളതുകൊണ്ടാണ് RJDക്ക് വോട്ട് കൂടുതൽ കിട്ടുക. ഏതാണ്ട് BJPക്ക് അടുപ്പിച്ച് സീറ്റ് അവർ പിടിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. BJP മുന്നണി മൊത്തത്തിൽ ഇപ്പോൾ അവർക്ക് 120 മുതൽ 140 വരെ കിട്ടുമെന്നാണ് പറയുന്നത്. 243 അംഗ സഭയിൽ 140ലേക്ക് പോകണമെങ്കിൽ വലിയ വിജയം, ഭയങ്കര വിജയമാണ്. 130 കിട്ടിയാൽ പോലും വലിയ വിജയമാണ്. കാരണം 122 മതി അവിടെ ഭൂരിപക്ഷത്തിന്. പിന്നെയും 8 സീറ്റോളം അവർക്ക് കൂടുതൽ കിട്ടണം 130 ആയാൽ പോലും. അപ്പോൾ 120 മുതൽ 140 വരെയാണ് പ്രവചനം. അപ്പോൾ അതോടൊപ്പം തന്നെ നാം ഈ സർവേ പരിശോധിക്കുമ്പോൾ ഈ ജൻസ്വരാജ് പാർട്ടിക്ക് അവരാണ് അതെ, അവരുടെ പാർട്ടിക്ക് വലിയ രീതിയിൽ വോട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഈ സഖ്യത്തിന് പരാജയം സംഭവിക്കുന്നത്? അത് BJP സഖ്യം അല്ല, ഈ ഇന്ത്യ മുന്നണി സഖ്യത്തിന് തീർച്ചയായിട്ടും ആ സാധ്യത കൂടുതലാണ്. കാരണം ജൻസ്വരാജ് അധികമായി പറയുന്നത് ആന്റി ഇൻകംബൻസി സംബന്ധിച്ചതാണ്. അതായത് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട്, നിതീഷ് കുമാറിന്റെ പ്രവർത്തനത്തെ പറഞ്ഞുകൊണ്ട്, BJPക്കെതിരെ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ജൻസ്വരാജ് മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വോട്ട് കട്ടർ ആകുന്നത് RJDയുടെയോ അല്ലെങ്കിൽ മഹാഗഡ്ബന്ധന്റെയോ ആണ് എന്നുള്ളതാണ് സത്യം. അതൊന്നും അല്ല പ്രധാന പ്രശ്നം. പ്രധാന പ്രശ്നം 61 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 17 സീറ്റിൽ പോകുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ വളരെ മാറിയനെ പെട്ടെന്ന് 93 മുതൽ 112 വരെയാണ്. അല്ല, നാം ഇത് സംസാരിക്കുമ്പോൾ 2020 തെരഞ്ഞെടുപ്പിൽ ഇതിന് സമാനമായ രീതിയായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവരുടെ സീറ്റുകൾ അവർ ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യ മുന്നണി എന്ന ഒരു ഐക്യം നിലനിൽക്കുമ്പോൾ അത് നിലനിർത്തി പോകണമെന്ന് RJDക്ക് ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് കുറച്ച് സീറ്റുകൾ കൊടുക്കാമെന്ന് വെച്ചത്. അപ്പൊ അത് മുഴുവൻ അതിൽ കൂടുതൽ വെട്ടിപ്പിടിക്കാനാണ് കോൺഗ്രസ്. 2020 തെരഞ്ഞെടുപ്പിൽ RJD പരാജയപ്പെടാൻ കാരണം, മുഖ്യമന്ത്രി കസേര നഷ്ടമാകാൻ കാരണം കോൺഗ്രസ് ഒറ്റ കാരണമാണ്. കാരണം CPM CPML ചേർത്തിട്ട് കോൺഗ്രസിന്റെ 19 സീറ്റ് പിടിച്ചു. കോൺഗ്രസിന് കിട്ടിയ 19 സീറ്റുകൾ പിടിച്ചു. പക്ഷെ അവർ അത്രയും സീറ്റിൽ മത്സരിച്ചില്ല. ഇപ്പോഴും അതാണ് രസം. ഇപ്പോഴും അവർക്ക് 15ഓളം സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. CPM CPIML ചേർന്നുകൊണ്ട് 15-ൽ പരം സീറ്റുകൾ പറയുന്നത്. അത് കോൺഗ്രസിന് അടുപ്പിച്ച് സീറ്റ് ഈ ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെറിയ സീറ്റ് കൊടുത്തിട്ട് സീറ്റ് ഷെയറിൽ ചെറിയ ഭാഗമാണ് അവർക്ക് കിട്ടിയത്. എന്നിട്ട് അവർ അത്രയും പിടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് കൊടുത്ത 60-ൽ പകുതിയെങ്കിലും പിടിച്ചാൽ പോലും അവിടെ സിറ്റുവേഷൻ മാറിയാണ്. ഇപ്പോഴത്തെ സർവേ കാണിക്കുന്ന അതാണ്. 30-ന് മുകളിൽ കോൺഗ്രസിന് 61 സീറ്റിൽ മത്സരിക്കുന്ന 30-35 സീറ്റ് എങ്കിലും കോൺഗ്രസ് പിടിച്ചാൽ തീർച്ചയായിട്ടും ഭരണം അവർക്ക് കിട്ടിയേനെ. അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള ചാൻസ് കാണുന്നില്ലെന്നാണ് പറയുന്നത്. 93-112 എന്ന് പറയുമ്പോൾ അത് മുഴുവൻ തേജസ്വി പിടിക്കുന്ന സീറ്റുകളാണ്. ബാക്കി ഘടകകക്ഷികൾ പിടിക്കുന്ന സീറ്റുകൾ വളരെ കുറയുന്നു. ഈ സർവേയിൽ തന്നെ നാം മറ്റൊരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകും.
80 സീറ്റിലധികം ജയിക്കാൻ BJPക്ക് സാധ്യതയുണ്ട്. അതെ, അങ്ങനെയാണെങ്കിൽ BJP 70 മുതൽ 81 വരെ. ഒരു മുഖ്യമന്ത്രിയായി വരുമോ BJP മുഖ്യമന്ത്രി? അത് നിതീഷ് കുമാറിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. നിതീഷ് കുമാറിനെ തത്തുല്യമായ മാന്യമായ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു മുഖ്യമന്ത്രി മാറ്റം പ്രതീക്ഷിക്കേണ്ടൂ. അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം നിതീഷ് ആയിരിക്കും മുഖ്യമന്ത്രി. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ അതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഐക്യം തകരും, പല പ്രശ്നങ്ങളുണ്ടാവും. അത് BJPക്കും അറിയാം. നിതീഷ് കുമാറിനെ പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, പലരും പറയുന്നുണ്ട് നിതീഷ് കുമാറിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുന്നു. പക്ഷേ അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം നിതീഷ് കുമാറിനെ പോലെ ആളെ ഇന്ത്യൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ BJPയുടെ കാര്യം ചിലപ്പം വെള്ളത്തിലാവും. എപ്പോഴാണ് ആടി മാറിയുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് NDAയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നാം കാണുന്ന LJP വളരെ മോശമായ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. 29 സീറ്റുകളിൽ സീറ്റ് കൊടുത്തിട്ട് 5 സീറ്റാണ് അവർക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 സീറ്റിന് ലഭിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ JDU LJP സഖ്യ ഈ തർക്കങ്ങളെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ടല്ലോ, അതായിരിക്കുമോ കാരണം? അതായത് നിതീഷ് കുമാറിന് ഒരു ഭയമുണ്ട്. LJP ചിരാഗ് പാസ്വാൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു കണ്ണ് നടുന്നുണ്ടോന്ന്. ഇപ്പോൾ 29-ൽ 20-ഓ 22-ഓ സീറ്റുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആയിട്ടെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയും ഒരു വോട്ട് കട്ടർ നടക്കുന്നുണ്ടോ അടിയിൽ കൂടെ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ശക്തമായ മത്സരത്തിൽ പൂർണ്ണമായിട്ടും അങ്ങനെ അണ്ടർഗ്രൗണ്ട് പ്ലേ നടത്തിയാൽ എങ്ങനെ പോകുമെന്നുള്ളത് പറയാൻ പറ്റില്ല. 29 സീറ്റിൽ മത്സരിച്ചിട്ട് 5 സീറ്റാണ് ലഭിക്കുന്നത്. 4-5 സീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും LJPക്ക് അത്ര ഒരു ശുഭകരമല്ല. എനിക്ക് തോന്നുന്നു അത്രയും പോകാൻ വഴിയില്ല. 5 സീറ്റിലേക്ക് അതിൽ കൂടുതൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ടൈംസ് നൗവിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അവരുടെ സർവേ പ്രകാരം ഇതൊക്കെയാണ് ഫലങ്ങൾ. അപ്പോൾ BJP ഇതുമാത്രമല്ല, ഇവരും പറയുന്നുണ്ട് BJP അല്ലെങ്കിൽ NDA മുന്നണി അവിടുത്തെ മുഖ്യ കക്ഷിയായിട്ട് വരികയും അധികാരത്തിലെത്തുകയും ചെയ്യുമെന്നുള്ളത് അവിടെ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് മറിച്ച് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ കോൺഗ്രസ്സുകാർ അത്ഭുതം കാണിക്കണം. അല്ല, അതാണ് നിരന്തരം ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പ്രചരണം നടത്തുന്നുണ്ടല്ലോ. 1 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ എത്തി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നു, പല മണ്ടത്തനങ്ങളും വിളിച്ചു പറയുന്നു. എന്നിട്ടും ആ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ RJD തർക്കങ്ങളല്ല അവിടുത്തെ യഥാർത്ഥ പ്രശ്നം. കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രശ്നം അവിടെ അവർക്ക് ബേസ് വോട്ടില്ല. നമ്മൾ ഏത് ഇലക്ഷനും ഒരു ബേസ് വോട്ട് ഒരു പാർട്ടിക്ക് വേണം. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ CPM-ന് ഒരു ബേസ് വോട്ടുണ്ട്, 30%, 32%. അവർക്ക് ഇനി ഏത് തലകുത്തി മറിഞ്ഞ സാഹചര്യത്തിൽ വോട്ടുണ്ട്. അതിന് പുറത്താണ് അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ വെച്ച് അവർക്ക് വോട്ട് കിട്ടുന്നത്. UDF-നും ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെയൊക്കെ കെയർ ഓഫിൽ അവർക്കൊരു പെർസെൻറ്റേജ് വോട്ടുണ്ട്. ഇതുപോലെ 30-35% വോട്ട് അവിടെ നിൽപ്പുണ്ട്. ആ വോട്ടിന് പുറത്ത് എത്ര നേടാൻ കഴിയും? ഇപ്പോൾ CPM-ന് അതിന് പുറത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ഭരണത്തിൽ വരുന്നത്. 41-42% വരെ അവർ എത്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ബേസ് വോട്ടിൽ നിന്ന് അവർക്ക് ഒരു സ്വിങ്ങിനുള്ള ചാൻസ് അവർക്ക് കൂടുതൽ കിട്ടുന്നു. ഒരു പോപ്പുലർ വോട്ടുകൾ കുറേ കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി പിടിക്കാൻ കഴിയുന്നു. ഇതേപോലെ കോൺഗ്രസിനും കഴിഞ്ഞാൽ ആ വ്യത്യാസം ഉണ്ടാകും. ഇത് JDU-ന് അവിടെ ബീഹാറിൽ പറ്റുന്ന കുഴപ്പം അതാണ്. അവർക്ക് 5% വോട്ടേ ഉള്ളൂ. ഇപ്പോൾ 8%, 9% ഉണ്ടെന്ന് പറയുന്നത് ഏത് വോട്ടാണ്? RJD-യുടെ വോട്ടും കൂടെ ചേർത്ത് അവർ മത്സരിച്ചപ്പോൾ കിട്ടിയ 17 സീറ്റിലെ വോട്ട് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അത് അവരുടെ വോട്ടല്ല. അവരുടെ തനത് വോട്ടെന്ന് പറഞ്ഞാൽ 5% ഓർ അതിൽ താഴെയാണെന്നുള്ളതാണ്. 48% 1989 വരെ കിട്ടിയിരുന്ന ഒരു പാർട്ടിയാണെന്ന് ഓർക്കണം. ഇന്ന് ഈ ഗതികേട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ബേസ് വോട്ടിൽ നിൽക്കണമെങ്കിൽ RJD നിൽക്കുന്നത് പോലെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ജനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് നിൽക്കണം. അതില്ലല്ലോ. ഇത് ഇലക്ഷൻ വരുമ്പം മോദി ഡാൻസ് കളിച്ച് വോട്ട് വാങ്ങിക്കും, പാട്ടുപാടി വോട്ട് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. അത് തങ്ങളുടെ വോട്ട് സ്ഥിരപ്പെടുത്താൻ ജനങ്ങളുമായി ഒത്തുനിൽക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്കും ഒരു നേതാവിനും ഇനിയുള്ള കാലത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. പണ്ട് പറ്റുമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഒരു ചാരിസ്മയിലെ പ്രസംഗത്തിൽ, രാജീവ് ഗാന്ധിയുടെ പടത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ കാരിസ്മയിൽ ഒക്കെ പോകാൻ പറ്റുമായിരുന്നു. ഇനി അത് പറ്റില്ല. ഇനി താഴെത്തട്ടിൽ ബേസ് ഉണ്ടാവണം. ഇതാണ് ഈ ടൈംസ് നൗവിൻ്റെ ഇലക്ഷൻ റിസൾട്ട് ഇപ്പോൾ പറയുന്നത് പോലെ 120-140 BJP മുന്നണിക്ക് കിട്ടുകയും 93-112
RJD മുന്നണിക്ക് കിട്ടി പുറകോട്ട് പോവുകയും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് ആ കൊടുത്ത 61-ൽ പകുതി പോലും പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാൽഭാഗമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ സർവേയിൽ കാൽഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. പകുതിയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ RJDയെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും മാറ്റിയത്, ഭരണത്തിൽ നിന്ന് മാറ്റിയത് കോൺഗ്രസ് ആണെന്നുള്ള വലിയ പഴി അവർക്ക് കേൾക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.